ഹായ്, ഞാൻ സോഫിയ ബായി. ഇന്ന് എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മേലെയായിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബിലെ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോസ് ആയിരുന്നു. അപ്പം ലോങ് വീഡിയോ എടുക്കാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കുറേ ലോങ് വീഡിയോസ് ഇട്ട് വന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ചേച്ചിക്ക് ഷോർട്സ് ഒന്ന് ട്രൈ ചെയ്തൂടെ, ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് വ്യൂ കയറും, സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒന്ന് രണ്ട് പേരെടുത്ത് ചോദിച്ചു, ഈ ലോങ് വീഡിയോയും ഷോർട്സും ഇടുവാണെങ്കിൽ രണ്ടിൻ്റെ വാച്ച് അവേഴ്സ് കയറുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചവരൊക്കെ എനിക്ക് തന്ന ആൻസർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ വാച്ച് അവേഴ്സ് യൂട്യൂബ് കൗണ്ട് ചെയ്യും എന്നായിരുന്നു. ഞാനങ്ങനെ ലോങ് വീഡിയോയും ചെയ്യുമായിരുന്നു, അതിൻ്റെ ഇടയിൽ ഷോർട്സും ചെയ്യുമായിരുന്നു. കാരണം ഷോർട്സ് ചെയ്യാനാണ് നമുക്ക് കൂടുതൽ എളുപ്പം. കാരണം ഷോർട്സിനകത്തെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ നമ്മൾ എടുക്കത്തുള്ളൂ, എഡിറ്റിങ്ങും എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ വീഡിയോസ് ആദ്യത്തെ ഒരു 6 മാസം വീഡിയോസ് ഇട്ട് എൻ്റെ വീഡിയോസ് ഒരുവിധമൊക്കെ മൂവിങ് ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറേ വീഡിയോ ഒക്കെ ഒട്ടും വ്യൂസ് വരാതെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറയും. പിന്നെ എന്തൊക്കെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് വെച്ച് വീഡിയോ ഇടൽ കുറേ നിന്നു. പിന്നെ വീഡിയോ ഇടൽ സ്റ്റാർട്ട് ചെയ്തു. ആ കൂട്ടത്തിൽ കുറേ ഷോർട്സ് ഞാൻ ഇട്ടു, കുറേയധികം ഷോർട്സ് എടുക്കാൻ തുടങ്ങി. ലോങ് വീഡിയോയും ഇടയ്ക്കിടും, ഷോർട്സും ഇടും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും വ്യൂ യൂട്യൂബ് കൗണ്ട് ചെയ്യും എന്നായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ നെയ്ബറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അതുവരെയുള്ള വ്യൂസ് എല്ലാം കൂടെ ഏതാണ്ട് 2600 അവേഴ്സ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടുന്ന വീഡിയോയ്ക്കും അത്യാവശ്യം വ്യൂസ് കയറി തുടങ്ങി. ശരിക്കും 3000 മണിക്കൂർ ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകും. അപ്പോൾ ഞാൻ ഓരോ ദിവസവും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് അങ്ങനെ നോക്കും. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു 4 ദിവസം 5 ദിവസം മുമ്പുള്ള വ്യൂസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും 5 ദിവസത്തിന് ശേഷം അപ്ഡേറ്റ് ആവുന്നത് സ്റ്റുഡിയോയിൽ. അങ്ങനെ നോക്കുമ്പം എൻ്റെ വീഡിയോയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ആയിരിക്കും വ്യൂസ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, അയ്യോ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിന് 10 മണിക്കൂർ കയറിയല്ലോ, എന്നിട്ട് എൻ്റെ സ്റ്റുഡിയോയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. ആ ഡേറ്റ് ഇപ്പം നമുക്കിപ്പോൾ 5-ാം തീയതിയിലത്തെ ഡാറ്റ ആണ് ഇന്ന് യൂട്യൂബിൽ അപ്ഡേറ്റ് സ്റ്റുഡിയോയിൽ അപ്ഡേറ്റ് ആവുന്നതെങ്കിൽ ആ 5-ാം തീയതിയിൽ നമുക്ക് കിട്ടിയ അവേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത്ര അവേഴ്സ് സ്റ്റുഡിയോയിൽ കയറുന്നില്ല. അന്നേരം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ 365 ഡേയ്സിലെ വ്യൂസ് ആണല്ലോ യൂട്യൂബ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലേക്ക് 365 ഡേയ്സിൽ പോയ കൗണ്ട് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് തമ്മിൽ ബാലൻസ് ആയി പോയതുകൊണ്ടായിരിക്കും ആ വ്യൂസ് അപ്ഡേറ്റ് ആവാത്തതെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പം ഈ 2600 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 1.5 മാസമായിട്ട് അതിനുശേഷം വീഡിയോസ് പിന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സും ഇടുന്നുണ്ട്. ലോങ് വീഡിയോയേക്കാളും കൂടുതൽ ഷോർട്സ് ആയിരുന്നു ഇടുന്നത്. എൻ്റെ ഒരു ഷോർട്സിന് 120 മണിക്കൂർ കയറിയിട്ടുണ്ട്, ഒരെണ്ണത്തിന് 20 മണിക്കൂർ കയറിയിട്ടുണ്ട്, 10 മണിക്കൂർ 8 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെച്ച് കയറിയ ഷോർട്സൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡാറ്റ അത് അപ്ഡേറ്റ് ആവുമ്പോൾ ഈ വ്യൂസ് ഒന്നും അവേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയായപ്പം കാര്യം എൻ്റെ ടോട്ടൽ ഷോർട്സിൻ്റെ വ്യൂസ് എടുക്കുമ്പോൾ തന്നെ വാച്ച് അവർ ഏതാണ്ട് 300 മണിക്കൂറിന് മേലെ എനിക്ക് വാച്ച് അവർ ഉണ്ട് ഷോർട്സിൽ. പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ആകെപ്പാടെ എനിക്ക് കയറിയേക്കുന്നത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് വളരെ നിസ്സാര മണിക്കൂറുകളാണ്. അപ്പം എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് മുതൽ ഇന്നലെ ഒരു രാത്രി 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു സംശയം അങ്ങനെ തോന്നുന്നത്. ഷോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാച്ച് അവർ യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി കൂട്ടുന്നില്ല എന്നെനിക്കൊരു സംശയം തോന്നി. കാര്യം അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ 3000 മണിക്കൂറായി മോണിറ്റൈസ് ആവേണ്ട സമയം കഴിഞ്ഞു. കാര്യം 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറുമാണ് യൂട്യൂബ് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ മോണിറ്റൈസ് ആവാൻ. ഈ 500 സബ്സ്ക്രൈബറും 3000 മണിക്കൂർ
പോയാൽ ചാനൽ മോണിറ്റൈസ് ആവും, പക്ഷെ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടില്ല. ഈ 3000 മണിക്കൂർ തികഞ്ഞതിന് ശേഷം ഇടുന്ന വീഡിയോസിൻ്റെ ബാച്ച് അവറിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. പക്ഷേ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങത്തുള്ളൂ. പക്ഷേ യൂട്യൂബിൻ്റെ ഫസ്റ്റ് കണ്ടീഷനായിട്ടുള്ള 500 സബ്സ്ക്രൈബറും 3000 മണിക്കൂറും എനിക്ക് ആകേണ്ട സമയം കഴിഞ്ഞിട്ടും എൻ്റെ യൂട്യൂബ് ഡാറ്റയിൽ ഇത് റിഫ്ലക്റ്റ് ആവുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഇതെന്താണ് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും ഡൗട്ട് തോന്നി, ഷോർട്സിൻ്റെ വ്യൂ ഒന്നും യൂട്യൂബ് വാച്ച് അവറിൽ കൂട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് എടുത്തു വെച്ച് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഷോർട്സിൻ്റെ വാച്ച് അവർ കൂട്ടത്തില്ല. അപ്പോൾ ഈ 1.5 മാസമായിട്ട് ഞാൻ ഈ ഷോർട്സ് ചെയ്ത സമയത്ത് ഒരു 10-25 ലോങ് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചാനലിപ്പോൾ മോണിറ്റൈസ് ആയേനെ. അപ്പം ഞാനിതിവിടെ പറയുന്നത് എന്നെ പോലെയുള്ള തുടക്കക്കാരായിട്ടുള്ള കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ കാണും യൂട്യൂബിൽ. കാര്യങ്ങൾ അറിയാത്തവർ കാണും. കാര്യം ഇതിനകത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാത്ത ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കൂടുതൽ ആൾക്കാരും വലിയ അറിവൊക്കെ ഉള്ളവരായിരിക്കും. ഞാൻ വളരെ പരിമിതമായ അറിവുകളുള്ളൊരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും. ഈ ഷോർട്സിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ 30 ലക്ഷം വ്യൂസ് ഇൻ ഷോർട്സ്, 500 സബ്സ്ക്രൈബർ, 3 ലോങ് വീഡിയോ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 100 ലക്ഷം വ്യൂ, 1000 സബ്സ്ക്രൈബർ. അതാണ് ഷോർട്സിൻ്റെ കണ്ടീഷൻ. അപ്പം ഷോർട്സിലേക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നവരാണെങ്കിൽ ഷോർട്സ് മാത്രം ചെയ്യുക. ലോങ് വീഡിയോ ആണ് ഒരാൾക്ക് കൂടുതൽ മോണിറ്റൈസ് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നിയാൽ അവർ ഷോർട്സിലേക്ക് അധികം ശ്രദ്ധ വയ്ക്കുകയേ ചെയ്യരുത്. കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്കെങ്ങാനും 1, 2, 3 ഷോർട്സ് ചെയ്യുക, ബാക്കി മൊത്തം ലോങ് വീഡിയോ ചെയ്യുക. എനിക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീഡിയോ എടുക്കുന്നതും. നമ്മൾ അതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ മുഷിഞ്ഞൊക്കെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് പോയി റെഡിയായി, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ പുറകെ പിന്നെ അത് എഡിറ്റ് ചെയ്യാനിരുന്ന് ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും എല്ലാവരും വീഡിയോസ് എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ എഫോർട്ട് വലിയ കാര്യമില്ലാതായിപ്പോയി എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. അപ്പം ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായാലോ. അപ്പോൾ ഷോർട്സിൽ പ്രിഫറൻസ് കൊടുക്കുന്നവർ ഷോർട്സ് മാത്രം എടുക്കുക. ലോങ് വീഡിയോയിൽ പ്രിഫറൻസ് കൊടുക്കുന്നവർ ലോങ് വീഡിയോ മാത്രം എടുക്കുക, ഇടയ്ക്ക് മാത്രം ഷോർട്സ് എടുക്കുക. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇപ്പം യൂട്യൂബിൻ്റെ പോളിസീസിലൊക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിപ്പോൾ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമയുടെയൊക്കെ അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് പീസസൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ നമുക്ക് വ്യൂസ് ക്രിയേറ്റ് ചെയ്തെടുക്കാമായിരുന്നു. ഇപ്പം യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വീഡിയോ ഒന്നും യൂട്യൂബ് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യത്തില്ല. പക്ഷേ ആ വീഡിയോസ് ഒന്നും മോണിറ്റൈസ് ആകത്തില്ല. കാര്യം അതിനകത്ത് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒന്നും തന്നെ അതിൽ വരുന്നില്ല. 2, നമ്മൾ ഈ ഓരോരുത്തരെ എഴുതിയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കത്തില്ലേ, അത് മാത്രമായിട്ട് ഇട്ടിട്ട് വെറുതെ അപ്ലോഡ് ചെയ്ത് വിടുന്നവരുണ്ട്. അങ്ങനത്തെ വീഡിയോയും യൂട്യൂബിൽ വേറെ ബാൻ ഒന്നും വരില്ല. ബട്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അതും പോകില്ല. പിന്നെ ചിലരുടെ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ഉണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ക്രീൻ അവരിട്ട വീഡിയോയും വെച്ച് അങ്ങനെ ചെയ്യുന്ന വീഡിയോസിനും ഇനി മോണിറ്റൈസേഷൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതും. പിന്നെ നമ്മൾ ഒരിക്കൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത വീഡിയോ അതിൽ നിന്ന് പീസസ് എടുത്ത് ഷോർട്സ് ആക്കി ഇടുക, അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ ഇട്ട വീഡിയോ തന്നെ വീണ്ടും അതിന് നമുക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ എടുത്തിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ
യൂട്യൂബ് ആ ചാനലിനെ ഡീഗ്രേഡ് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ആൾക്കാരുടെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ചെയ്യുന്നവർ നമ്മളാരും എല്ലാവരും ഒന്നും വലിയ കഴിവുള്ളവരൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. ഞാനൊക്കെ വെറും ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ആകെപ്പാടെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സംസാരിക്കാൻ അറിയാം എന്നുള്ളൊരു പോസിറ്റീവ് മാത്രമേ ഞാൻ എന്നിൽ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇതിനൊന്നും പറ്റി വലിയ അറിവൊന്നും എനിക്കില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും നമുക്ക് എന്ത് കഴിവുണ്ട് ആ കഴിവിനെ വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ മറ്റുള്ളവർ പറയും, നീ എന്ത് ഇതൊക്കെയാണോ ഇടുന്നത്, നിനക്ക് കുറച്ചുകൂടെ നല്ല വീഡിയോ ഇട്ടൂടെ, കുറച്ചുകൂടെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൂടെ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അതിൽ നിരുത്സാഹപ്പെടാതിരിക്കുക. നമ്മളെ കൊണ്ട് എന്ത് പറ്റും, അത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് എന്തായാലും നമ്മളൊരു കാര്യം നല്ല ഇതായിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ, ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്യുവാണെങ്കിൽ അതിന് റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉണ്ടാകാതെ ഒന്നും ഇരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന കുറേ വീഡിയോസിന് വലിയ വ്യൂ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇപ്പം യൂട്യൂബിലൊക്കെ ഒത്തിരി റീച്ചായി വന്നേക്കുന്നവരൊക്കെ അങ്ങനെ പെട്ടെന്നെങ്ങാനും ഒരു വീഡിയോ ചിലപ്പോൾ കയറി ക്ലിക്കാവും. നമ്മൾ വിചാരിക്കാത്തൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ കയറി ക്ലിക്കാവുന്നത്. പിന്നെ അതല്ലാതെ പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുകയും പിന്നെ അങ്ങനെ അവരെ കൊണ്ട് വാച്ച് അവേഴ്സ് ഇടിപ്പിച്ച് മോണിറ്റൈസ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. എനിക്കങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ കഴിവ് എന്താണ്, ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതിലോട്ട് മൈൻഡ് ചെയ്യരുത്. നമ്മളുടെ പോസിറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ തളർത്താൻ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ നമ്മളെ വളർത്താൻ ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് പോരാ, അതിന് അങ്ങനത്തെ പോരായ്കയുണ്ട്, ഇങ്ങനത്തെ പോരായ്കയുണ്ട്, ഓക്കെ, അത് നമ്മളെ വളർത്താൻ വേണ്ടി പറയുന്ന ഒരാളുടെ വായിന്നാണെങ്കിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ കൂടുതൽ ആളുകൾ നമ്മളെ തളർത്തുക, കളിയാക്കുക എന്നൊക്കെയുള്ളതൊക്കെ ആയിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ മുന്നോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇടുന്ന എല്ലാം ലോങ് വീഡിയോസ് ആയിരിക്കും. എനിക്ക് പറ്റിയ അബദ്ധം അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവട്ടെ. അതേപോലെ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ന്യൂ യൂട്യൂബേഴ്സിനും അവരുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആവാനായിട്ട് ഇടവരട്ടെ. എൻ്റെ വീഡിയോ ഏതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ എത്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്ത് തരണം. നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഒരാൾ കറക്റ്റ് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.